ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിലും വ്യാപക തെരച്ചിൽ നടന്നു. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലും നിലമ്പൂർ വനമേഖലയിലും ചാലിയാറിലുമായിരുന്നു തെരച്ചിൽ. വിവിധ സേനാ വിഭാഗങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിലും ചാലിയാറിന്റെ തീരങ്ങളുടെ നിലമ്പൂർ വനമേഖലയിലുമാണ് തെരച്ചിൽ വ്യാപകമായി നടന്നത്. വയനാട്, മലപ്പുറം അതിർത്തി വനമേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരിശോധനകൾക്ക് ശേഷമേ മനുഷ്യരുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വൈകിട്ടോടെ ദുരന്തബാധിത മേഖലകളിൽ മഴ പെയ്തതോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. മന്ത്രിസഭാ ഉപസമിതി ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ക്യാബിനറ്റ് യോഗം ഇവിടുത്തെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി എല്ലാവരോടും ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ധനസഹായം 4 ലക്ഷം എന്നുള്ള STRF-ൽ 2 ലക്ഷം കൂടി മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉൾപ്പെടുത്തി 6 ലക്ഷമായത്. കണ്ണും കൈകാലുകളും നഷ്ടപ്പെട്ടവർക്ക് STRF-ൽ പറയുന്നതിനേക്കാൾ 50,000 75,000 അധികം കൊടുക്കുന്നതിന്, സ്ഥിരമായി ചികിത്സയ്ക്കുള്ളവർക്ക് വേണ്ട പണം കൊടുക്കുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നേരത്തെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദുരന്തബാധിതരായിട്ടുള്ള എല്ലാവർക്കും ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും സ്ഥായിയായ പുനരധിവാസത്തിന്റെ സാധ്യതയിൽ ഉൾപ്പെടും. ദുരന്തത്തിൽ 231 മൃതദേഹങ്ങളും 206 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെത്തിയത്. മുണ്ടക്കൈ, ചൂരൽമല ദുരന്ത പ്രദേശങ്ങളിൽ 260 സന്നദ്ധ പ്രവർത്തകരാണ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം തെരച്ചിൽ നടത്തിയത്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തി. കൈരളി ന്യൂസ്, വയനാട്.